നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നയാളാണ് ടി.എൻ. പ്രതാപനെന്ന് ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട്. വിഷ്ണുവിന്റെ മരണം ഉത്തരവാദികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ജപ്തി വിരുദ്ധ ജനകീയ സമിതി. സപ്തതിയുടെ നിറവിൽ ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരി ചരിത്രസരണി പ്രദർശനവും കഥകളിയും നടത്തി. വാർത്തകൾ വിശദമായി. മലയാള സിനിമയിലെ എക്കാലത്തെയും രാഷ്ട്രീയ ആക്ഷേപഹാസ്യ സിനിമകളിൽ മുന്നിൽ നിൽക്കുന്ന സന്ദേശം, പിറന്ന മണ്ണിൽ നിന്നും വെറുപ്പിനെതിരായ സ്നേഹത്തിന്റെ സന്ദേശവുമായി ടി.എൻ. പ്രതാപൻ നയിക്കുന്ന സ്നേഹ സന്ദേശയാത്രയുടെ ഗാനങ്ങൾ പുറത്തിറങ്ങി. ഈ മാസം 20 മുതൽ മാർച്ച് 5 വരെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തുന്ന സ്നേഹ സന്ദേശയാത്രയുടെ 7 പ്രചരണ ഗാനങ്ങളുടെ പ്രകാശനം സംവിധായകൻ സത്യൻ അന്തിക്കാട് സംഗീത സംവിധായകൻ ശ്യാം ധർമ്മന് നൽകി നിർവഹിച്ചു. രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ വെറുപ്പ് പടർത്തുന്ന കാലത്ത് വെറുപ്പിനെതിരായ സ്നേഹത്തിന്റെ മന്ത്രം യാത്രയിലൂടെ കുറച്ചു പേരിലേക്കെങ്കിലും എത്തിക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ മതത്തിനൊക്കെ അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ സമയത്തും ഇപ്പോൾ നമുക്ക് അറിയാൻ പോകും, മാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം ഒരുപാട് ഭാഗത്ത് നിന്ന് പല രീതിയിലുള്ള വെറുപ്പിക്കലുകൾ നമുക്കുണ്ടാകുന്നത്. ഈ വെറുപ്പിനെതിരെ ഒരു സ്നേഹ സന്ദേശ യാത്ര നടത്തുക എന്ന് പറയുന്നത് അത് കുറച്ച് പേർക്കെങ്കിലും അതിന് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് വലിയ ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനൊരു ചടങ്ങ് നടത്തുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്, രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ അതീതമായിട്ടുള്ളൊരു ചടങ്ങാണ്, അതീതമായിട്ടുള്ള. അപ്പം അത് പ്രത്യേകിച്ചും ഞാൻ നോക്കിയത്, ഇതിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളായ റഫീഖ് അഹമ്മദും കൈതപ്രതാപൻ തമ്പൂരിയും ഹരിനാരായണനും വയലാർ സ്ഥലത്തിൻ്റെ പങ്കുവയ്ക്കുകയാണ്. ശ്യാം ധർമ്മനാണ്, നമ്മുടെ നാട്ടുകാരനായ ശ്യാം ധർമ്മനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു കൂട്ടായ്മ നമുക്ക് ഉറപ്പാണ്. ഇവരൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിക്കുന്നവരായിരിക്കും. വ്യക്തമായിട്ടാണ് റഫീഖിനെയും കൈതപ്രതിനൊക്കെയും അവരും പല രാഷ്ട്രീയ. പക്ഷേ പ്രതാപൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നിക്കുകയാണ്. ഇപ്പോൾ ഞാനും ശ്രീനിവാസനൊക്കെ പലപ്പോഴും ചേർത്തിരിക്കാറുണ്ട്. ഞങ്ങളൊക്കെ എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ MP എന്നുള്ള നിലയിലല്ല, ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ആദ്യം സമീപിക്കുന്ന വ്യക്തി പ്രതാപനാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ നമുക്കൊരു ഒരിക്കൽ ഞാൻ പ്രകാശം എന്നുള്ള സിനിമ എഴുതാനായിട്ട് സമയത്ത് പ്രതാപൻ്റെ സുഹൃത്ത് നൗഷാദും ഒക്കെ ചേർന്നിട്ടാണ് നമുക്കവിടെ ഒരു വീട് സംഘടിപ്പിച്ചത്, എനിക്കും ശ്രീനിവാസനും. അപ്പം ഒരു വലിയ സൗഹൃദം തെരഞ്ഞെടുപ്പായാലും അല്ലെങ്കിൽ MLA ആയാലും MP ആയാലും ഒന്നും അതിനെ ഒരു വിധത്തിലുള്ള ദോഷമായി ബാധിക്കാറില്ല. അതിനപ്പുറത്ത് വലിയ മാനങ്ങളുള്ള വ്യക്തിയാണ് പ്രതാപൻ. അപ്പോൾ പ്രതാപൻ്റെ ഈ സ്നേഹ സന്ദേശ യാത്ര എന്ന് പറയുന്നത് വലിയൊരു സന്ദേശം തന്നെയായിട്ട് മാറണം. സന്ദേശം എന്ന എൻ്റെ സിനിമ എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. 32 വർഷമായി സന്ദേശം ഇറങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴും സന്ദേശം വലിയ ചർച്ചകളാണ്. അന്ന് ജനിച്ചിട്ടില്ലാത്തവർ പോലും അതിനെ അഭിനന്ദിക്കുകയും അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു തമാശയാണ്. രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നയാളാണ് ടി.എൻ. പ്രതാപനെന്ന് സത്യൻ അന്തിക്കാട് വിശേഷിപ്പിച്ചത്. യാത്ര വലിയ വിജയമായി മാറട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. സത്യൻ അന്തിക്കാടിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ ടി.എൻ. പ്രതാപൻ MP, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, അനിൽ അക്കരെ, സുനിൽ അന്തിക്കാട്, CC ശ്രീകുമാർ, PI ഷൗക്കത്ത് അലി, രാജീവ്, സുനിൽ ലാലൂർ, KK ബാബു, KB ജയറാം, BG അശോകൻ എന്നിവർ പങ്കെടുത്തു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, വയലാർ ശരത് ചന്ദ്രവർമ്മ, റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ എന്നിവർ ചേർന്നാണ് ഗാനരചന നിർവഹിച്ചത്. ശ്യാം ധർമ്മൻ സംഗീതം പകർന്നു. വെറുപ്പ് മനുഷ്യന്റെ വ്യക്തി ജീവിതത്തെ, കുടുംബജീവിതത്തെ, സാമൂഹ്യ ജീവിതത്തെ വളരെ വളരെ ക്യാൻസറിനേക്കാൾ ഗുരുതരമായി കാർന്നു തിന്നുന്നൊരു ദുരന്തപൂർവമായ കാലത്തെ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ സന്ദേശം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശ യാത്ര ഈ വരുന്ന ഫെബ്രുവരി 20 മുതൽ മാർച്ച് 5 വരെ 14 ദിവസങ്ങളിലായി ഏകദേശം ഒരു ദിവസം 20 കിലോമീറ്ററോളം കാൽനടയായി ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നടത്തി. വെറുപ്പ് ദയവ് ചെയ്ത് മനുഷ്യ
നിന്റെ മനസ്സിൽ വെറുപ്പ് കളയൂ. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിമിഷ അജീഷ് അവതരിപ്പിച്ചു. 39,62,74,694 രൂപയുടെ വരവും 38,89,12,000 രൂപയുടെ ചിലവും 73,62,694 രൂപ മെച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. തൊഴിൽ മേഖലയ്ക്കും ഭവന നിർമ്മാണ മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും പശ്ചാത്തല സൗകര്യ വികസനത്തിനുമാണ് ബജറ്റ് ഊന്നൽ നൽകിയിട്ടുള്ളത്. യുവതീ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നത് ലക്ഷ്യമാക്കി IT പാർക്ക് തുടങ്ങുന്നതിലേക്കായി 5 കോടി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഭവന നിർമ്മാണ 1,76,00,000 രൂപയും ആരോഗ്യ മേഖലയിലേക്കായി 1,53,06,000 രൂപയും പശ്ചാത്തല സൗകര്യ വികസനത്തിനായി 1,03,88,500 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സെക്രട്ടറി VS റിജുകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കാഞ്ഞാണിയിലെ വിഷ്ണുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ജപ്തി വിരുദ്ധ ജനകീയ സമിതി ആവശ്യപ്പെട്ടു. വിഷ്ണുവിന്റെ മരണം ആത്മഹത്യയല്ല, മറിച്ച് അത് കടബാധ്യതയുടെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നടത്തിയ കൊലപാതകമാണെന്നും മരണത്തിന് ഉത്തരവാദികളായ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ പേരിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് സർക്കാർ വകുപ്പ് തല കേസെടുക്കണമെന്നും ജപ്തി വിരുദ്ധ ജനകീയ സമിതി ആവശ്യപ്പെട്ടു. വിഷ്ണു വിനയന്റെ മരണത്തിന് ഉത്തരവാദികളായ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക, വിഷ്ണുവിന്റെ കുടുംബത്തെ റിയൽ എസ്റ്റേറ്റ് ഗുണ്ടാ മാഫിയ സംഘത്തെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന് നേതൃത്വം വഹിച്ച സൗത്ത് ഇന്ത്യൻ ബാങ്ക് റിക്കവറി ഓഫീസർ അക്ഷയിനെ ബാങ്കിൽ നിന്ന് പുറത്താക്കുക, വിഷ്ണുവിന്റെ കുടുംബത്തിന്റെ കടബാധ്യതകൾ മുഴുവൻ എഴുതിത്തള്ളുക, പാർപ്പിടങ്ങൾ ജപ്തി ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധം, ജനദ്രോഹപരമായ സർഫേസി ആക്ട് റദ്ദു ചെയ്യുക, ബാങ്ക് റിയൽ എസ്റ്റേറ്റ് ഗുണ്ടാ മാഫിയ ബന്ധം അവസാനിപ്പിക്കുക, വൻകിട കുത്തകകളുടെ ലക്ഷക്കണക്കിന് കോടി രൂപ എഴുതിത്തള്ളുന്ന കേന്ദ്ര സർക്കാർ പാവപ്പെട്ടവരെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു ജപ്തി വിരുദ്ധ ജനകീയ സമിതി കാഞ്ഞാണിയിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. കവയത്രിയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ബൽക്കീസ് ബാനു യോഗം ഉദ്ഘാടനം ചെയ്തു. സമിതി ജനറൽ കൺവീനർ MA ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. ദിശ സംസ്ഥാന ജനറൽ സെക്രട്ടറി S കുമാർ അന്തിക്കാട്, സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് VC വത്സൻ, പൊതുപ്രവർത്തകരായ TR രമേഷ് കുമാർ, സരസ്വതി വലപ്പാട്, ഷാജു കാഞ്ഞാണി, സുരേഷ് വലപ്പാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമിതി പ്രവർത്തകരായ ഷാൻ സിംഗ്, പ്രസാദ് അന്തിക്കാട്, നീതു അനിൽ തളിക്കുളം, ശൈലജ പെരുമ്പിളിശ്ശേരി, ഷൈനി തിരുമംഗലം തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ പിടിമുറുക്കുന്നുവെന്ന് CN ജയദേവൻ അഭിപ്രായപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ BJPക്കെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന് മനസ്സിലാക്കിയപ്പോൾ കേന്ദ്ര ഏജൻസികളെ വിട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെയും മന്ത്രിമാരെയും പിടിമുറുക്കുകയും ജയിലിൽ അടയ്ക്കുകയാണെന്നും CN ജയദേവൻ പറഞ്ഞു. വൈകിട്ട് കമ്പനിപ്പടി ഡിലൈറ്റ് ഹാളിൽ മണലൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പാർട്ടി ജനറൽ ബോഡി യോഗവും കൃഷ്ണൻ കണിയാമ്പറമ്പിൽ അനുസ്മരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സാജൻ മുടവങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണൻ, പാർട്ടി മണ്ഡലം സെക്രട്ടറി VR മനോജ്, MR മോഹനൻ, സീതാ ഗണേഷ്, VG രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വ്യാപകമായി കള്ളക്കേസുകൾ ഉണ്ടാക്കുക, ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ED കേസുകളാണ്. ഏതെങ്കിലും ഒരു കേസ് ചാർജ് ചെയ്യുക, ED ഏൽപ്പിക്കുക. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന കാലത്ത് നമ്മളൊക്കെ കേട്ടിരുന്നത് നമ്മളെക്കാളൊക്കെ മെച്ചപ്പെട്ട എന്തോ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന മട്ടിലായിരുന്നു. അന്ന് സാറാ ജോസഫാണ് ആ പാർട്ടിയുടെ കേരളത്തിലെ ചെയർമാൻ ആയിരുന്നിരുന്നത്. നമ്മുടെ തൃശ്ശൂരത്തെ എഴുത്തുകാരി സാറാ. ഞാൻ പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ എനിക്കെതിരായിട്ട് ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. കൃഷ്ണൻ കണിയാമ്പറമ്പിൽ ജില്ലയിലെ കരുത്തനായ നേതാവും ഉജ്ജ്വല പ്രാസംഗികനും നല്ല ഭരണാധികാരിയും ആയിരുന്നെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. കൃഷ്ണൻ കണിയാമ്പറമ്പിലെ 19ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാവിലെ ബ്രാഞ്ചുകളിൽ അനുസ്മരണ പതാകകൾ ഉയർത്തുകയും തുടർന്ന് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. തുടർന്ന് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ MR മോഹനൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണൻ, VR മനോജ്, KV വിനോദൻ, VG രാധാകൃഷ്ണൻ, സീതാ ഗണേഷ് എന്നിവർ സംസാരിച്ചു. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ സല്യൂട്ട് ദ പാരന്റ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു.
ഒരു സമൂഹത്തിന് ഒരു പ്രസ്ഥാനം എന്ത് സംഭാവന ചെയ്തു എന്നതിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഇതിലും വലിയ സംഭാവന ഒരു പ്രസ്ഥാനത്തിനും ഒരു സമൂഹത്തിന് നൽകാൻ കഴിയില്ല. 105 തലമുറകളെയാണ് വാർത്തെടുത്ത് നൽകിയത്. അങ്ങനെ സമൂഹത്തിൽ ഇത്രയധികം സംഭാവന ചെയ്ത ജനകീയ പ്രസ്ഥാനം ഇനിയും എത്രയോ തലമുറകളെ ഈ സമൂഹത്തിന് വാർത്തെടുത്ത് നൽകാൻ പോകുന്നു. അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രതിഭാ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഒരു ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ 3 സ്ഥാപനങ്ങളാണ് ഞാൻ പറയുക. ഒന്ന് ഗ്രാമപഞ്ചായത്താണ്, ജനകീയ ഭരണകൂടം. രണ്ടാമത്തേത് തലമുറകളെ വാർത്തെടുത്ത് നൽകുന്ന പ്രാഥമിക വിദ്യാലയമാണ്. മൂന്നാമത് അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ജ്ഞാനോൽപാദന സാധ്യതയുള്ള വായനശാല. സ്കൂളിലെ 2023-24 അക്കാദമിക വർഷത്തെ പാഠ്യേതര മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും അവർക്ക് പ്രോത്സാഹനം നൽകുന്ന രക്ഷിതാക്കളെയും ആദരിക്കുന്ന പരിപാടിയാണ് സല്യൂട്ട് ദ പാരന്റ്. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. ദിനേശൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ശ്രീ സി രവീന്ദ്രനാഥിന് ലസിത ടീച്ചറും ഇ.കെ. തോമസ് മാസ്റ്ററും എം.ആർ. ദിനേശനും ചേർന്ന് ഉപഹാരം സമർപ്പിച്ചു. സ്കൂൾ മാനേജർ ഇ.കെ. തോമസ് മാസ്റ്റർ, വലപ്പാട് എഇഒ എം.എ. മറിയം, വലപ്പാട് ബി.പി.സി. സിന്ധു ടീച്ചർ, വാർഡ് മെമ്പർ പി.വി. സെന്തിൽ കുമാർ, PTA പ്രസിഡന്റ് സജനി മുരളി, സ്റ്റാഫ് സെക്രട്ടറി PR പ്രിയ ടീച്ചർ, മാതൃസംഘം പ്രസിഡന്റ് സച്ചു ജയരാജ്, CJ ജെനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ജനകീയ പദ്ധതിയുമായി കേന്ദ്രം വീണ്ടും. ഭാരത് അരി 29 രൂപ. വാടാനപ്പള്ളിയിൽ നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴി നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന ഭാരത് അരി ഭാരത് പരിപ്പ് വിതരണം ചൊവ്വാഴ്ച രാവിലെ തൃത്തല്ലൂർ മൃഗാശുപത്രി പരിസരത്ത് നടന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ എത്തിക്കാനുള്ള നടപടികൾക്കായി പരിശ്രമിക്കുന്നുണ്ടെന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. അരി വിതരണം ഉദ്ഘാടനം BJP പഞ്ചായത്ത് പ്രസിഡന്റ് ദിബിൻ ദാസ് നിർവഹിച്ചു. ജില്ലാ സ്പോർട്സ് സെൽ കൺവീനർ അമിത് KS, BJP പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമേശ് VR, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഖിൽ ദാസ്, BJP മണ്ഡലം കമ്മിറ്റി അംഗം രതീഷ് ചുള്ളിയിൽ, ബിജോയ് ചാളിപ്പാട്ട്, സതീഷ് CC, സാൻഡി ബിജു, ശൈല സന്തോഷ്, KA രാഹുലൻ, സുധാകരൻ ഇത്തിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ രാജ്യത്ത് നിന്ന് കേൾക്കുന്ന ഒരു വാക്കാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്ക്. അതിൻ്റെ ഭാഗമായുള്ള സാധാരണക്കാരുടെ കണ്ണീരൊപ്പുവാൻ നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് രാജ്യം മുഴുവൻ സപ്ലൈ ചെയ്യുകയാണ് മോദി ഗവൺമെൻറ്. അതിൻ്റെ ഭാഗമായി തൃത്തല്ലൂർ നടക്കുന്ന ഈ അരി വിതരണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 31,37,50,402 രൂപ വരവും 28,86,97,364 രൂപ ചെലവും 25,53,38,000 രൂപ നീക്കിയിരിപ്പും കണക്കാക്കുന്ന മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അവതരിപ്പിച്ചു. ഉൽപാദന മേഖലയ്ക്ക് 1.45 കോടി രൂപയും സേവന മേഖലയ്ക്ക് 12.72 കോടിയും പശ്ചാത്തല വികസനത്തിന് 4.66 കോടി രൂപയും പാർപ്പിട മേഖലയ്ക്ക് 4.26 കോടിയും കാർഷിക മേഖലയ്ക്ക് 92.18 ലക്ഷം, മൃഗസംരക്ഷണത്തിന് 5.5 ലക്ഷം, വനിതാക്ഷേമത്തിന് 22.3 ലക്ഷം, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് 39.9 ലക്ഷം, ഹോമിയോ ഡിസ്പെൻസറിക്ക് കെട്ടിടം, സോളാർ പാനൽ എന്നിവയ്ക്ക് 13.5 ലക്ഷം, വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് 10.82 ലക്ഷം, ഓൺലൈൻ സേവനങ്ങൾക്ക് 4.14 ലക്ഷം, പട്ടികജാതി ക്ഷേമത്തിന് 38.03 ലക്ഷം, മാലിന്യ നിർമ്മാർജ്ജനം 52.03 ലക്ഷം, കുടിവെള്ളം 32.04 ലക്ഷം, റോഡുകളുടെ നിർമ്മാണം 2.2 കോടി, സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് ആരംഭിക്കുന്നതിന് 15.6 ലക്ഷം, സൗരഗ്രാമം പദ്ധതിക്ക് 15.5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു. ഇനിയൊരു ഇടവേള. ചേട്ടനെവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി.
കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. ചരിത്ര ഗവേഷകൻ വേലായുധൻ പണിക്കശ്ശേരി നവതിയുടെ നിറവിൽ. ക്ഷേത്രനഗരികളായ ഗുരുവായൂരിന്റെയും തൃപ്രയാറിന്റെയും മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏങ്ങണ്ടിയൂരിൽ ഡച്ചുകാർ നിർമ്മിച്ച സാമൂതിരിപ്പാടും ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും കൈവശം വെച്ച ചേറ്റുവ കോട്ടയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ഹോളണ്ടും സ്പെയിനും ഇംഗ്ലണ്ടും ഇന്തോനേഷ്യയുമെല്ലാമായി വാണിജ്യബന്ധവും ആദാന പ്രദാനങ്ങളും തഴച്ചു വളർന്നു. ചരിത്രമുറങ്ങുന്ന ഏങ്ങണ്ടിയൂരിന്റെ മണ്ണിൽ നിന്ന് ചരിത്രത്തിന്റെ നാൾവഴികളിൽ സ്വന്തം തൂലികയിൽ ഉയർന്നുവന്ന ജ്ഞാനതീർത്ഥത്താൽ നേർക്കാഴ്ചയുടെ വെട്ടമേകിയ വേലായുധൻ പണിക്കശ്ശേരി നവീനമായൊരു ഉൾക്കാഴ്ച പകർന്നേകുകയാണ്. ഒരു പുരുഷായുസിന്റെ മുഴുവൻ സമർപ്പണവും അതിലുണ്ട്. കേരള പൈതൃക സരണിയുടെ തനതു ലാളിത്യത്തെ നെഞ്ചേറ്റുന്ന ചെറിയ ഗ്രാമത്തിലെ വലിയ മനുഷ്യനായ വേലായുധൻ പണിക്കശ്ശേരി 1934 പണിക്കശ്ശേരി തറവാട്ടിൽ മാമുവിൻ്റെയും കാളിക്കുട്ടിയുടെയും മകനായി പിറന്നു. ശ്രീനാരായണ സ്കൂളിൽ പ്രാഥമിക പാഠ്യപദ്ധതികളും സാമൂഹ്യവൽക്കരണത്തിന്റെ സോപാന മാതൃകകളും ഹൃദിസ്ഥമാക്കിയ ശേഷം ഏങ്ങണ്ടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലുമായി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. 1956 മുതൽ 1991 വരെ LLAയിൽ ലൈബ്രറിയനായും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. താളിയോല എന്ന ഗവേഷണ മാസിക പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. 2 വ്യാഴവട്ടത്തോളം വിവിധ സാഹിത്യ സംഘടനകളിൽ സേവനവും അനുഷ്ഠിച്ചിട്ടുണ്ട്. ചരിത്ര ഗവേഷണം, ജീവചരിത്രം, തൂലികാ ചിത്രം, ബാലസാഹിത്യം, ഫോക്ലോർ എന്നീ വിഭാഗങ്ങളായി 60ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. കേരള, കാലിക്കറ്റ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികളിൽ 10ഓളം പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങളായും അംഗീകരിച്ചിട്ടുണ്ട്. ചില പുസ്തകങ്ങൾ ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുമുണ്ട്. ലിസൺ ടു ദ ഫ്ലെയിംസ് എന്ന പുസ്തകത്തിൽ അയ്യങ്കാളിയുടെ ജീവചരിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകം വിവിധ യൂണിവേഴ്സിറ്റികളിൽ റഫറൻസ് ഗ്രന്ഥമായും ഉപയോഗിച്ചു വരുന്നു. സർവവിജ്ഞാനകോശം, സാഹിത്യകാരന്മാരുടെ ഡയറി, കേരള ഡയറക്ടറി, ഭാഷാഭാരതി, ഭാഷാമഞ്ജരി എന്നീ ഗ്രന്ഥങ്ങളിൽ പണിക്കശ്ശേരിയുടെ നിഗമനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമൂല്യങ്ങളായ നിരവധി ഗ്രന്ഥങ്ങൾ ചരിത്ര ലോകത്തിന് സംഭാവന ചെയ്ത പണിക്കശ്ശേരിയുടെ കൃതികളെ പണ്ഡിത ലോകം കേരളത്തിൻ്റെ അടിയാധാരങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഗവേഷണത്തിന് കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ ഫെലോഷിപ്പും സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡും VS കേരളീയൻ അവാർഡും PA സെയ്ദ് മുഹമ്മദ് സ്മാരക അവാർഡും NK ഫൗണ്ടേഷൻ അവാർഡും മഖ്ദൂം അവാർഡും ശ്രീശൈലം അവാർഡും പ്രസാദ് രത്ന അവാർഡും മലയാള സ്വാമി അവാർഡും നന്മ അവാർഡും ചരിത്ര പഠന കേന്ദ്രം അവാർഡും ശക്തൻ അവാർഡും മിഹ്റ അവാർഡും
ഗുരുചൈതന്യ അവാർഡും കളിമണ്ഡലം അവാർഡും വൈസ്മെൻ അവാർഡും ഗുരുദർശൻ അവാർഡും കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയുടെ ഫെലോഷിപ്പും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരള ചരിത്രം, കേരളത്തിൻ്റെ അടിവേരുകൾ, 10,000 പഴഞ്ചൊല്ലുകൾ, ചേറ്റുവയുടെ ചരിത്രം, അയ്യങ്കാളി മുതൽ വീട്ടി വരെ, ആറാട്ടുപുഴ, വേലായുധ പണിക്കർ, കൊച്ചി രാജ്യചരിത്രം, ക്ലിയോപേട്ര, മലയാളി പെണ്ണാണ് തുടങ്ങി ചെറുതും വലുതുമായ നിരവധി ആധികാരിക ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് വേലായുധൻ പണിക്കശ്ശേരി. 1964 ഹൈസ്കൂൾ അധ്യാപികയായ VK ലീലയെ വിവാഹം കഴിച്ചു. ചിന്ത പണിക്കശ്ശേരി, ഡോക്ടർ ഷാജി പണിക്കശ്ശേരി, വീണ പണിക്കശ്ശേരി എന്നിവർ മക്കളാണ്. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജരും ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും ചരിത്ര ഗവേഷകനുമായ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷമായ നവതികയോട് അനുബന്ധിച്ച് ചരിത്ര ഗവേഷകൻ ശ്രീ വേലായുധൻ പണിക്കശ്ശേരിക്ക് നാളിതുവരെ ലഭിച്ച അംഗീകാരങ്ങളുടെയും അവാർഡുകളുടെയും ആദരവുകളുടെയും കൂടാതെ അദ്ദേഹം എഴുതിയ 65ഓളം ചരിത്ര ഗ്രന്ഥങ്ങളുടെയും പ്രദർശനമായ ചരിത്ര സരണിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. ശാന്തി നികേതനത്തിൻ്റെ ഒരു ഭാവമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാൻ. ഈ പടികൾ കയറി ഇങ്ങോട്ട് എത്തിപ്പെടാത്ത കുറച്ച് വഴികളിൽ കൂടി ഈ പടികൾ കയറി ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ശാന്തതയും മനസ്സിന് ഒരു സന്തോഷമൊക്കെ വളരെ തോന്നുന്നൊരു പരിസ്ഥിതിയുടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എന്നുള്ള വലിയൊരു കാര്യം കൂടിയാണ്. ഇത് പരിപാലനം ചെയ്യുന്ന വ്യക്തികളുടെയും ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള വ്യക്തികളുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയുമുള്ള ഐക്യമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഒരു ഐക്യകണ്ഠേനയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട് ഈ ദിവസം ഇവിടെ ഈ വേദിയിൽ പങ്കെടുക്കാനായിട്ട്. വേലായുധൻ പണിക്കശ്ശേരി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കേട്ടു തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ഒരു പേരാണ്. അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. അവനവന്റെ ജീവിതം കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച് നവതി ആഘോഷങ്ങളിൽ എത്തി നിൽക്കുന്ന പ്രിയപ്പെട്ട വേലായുധൻ പണിക്കശ്ശേരി അവർ നമ്മളിലേക്ക് വലിയ ഒരു പാഠം പകർന്നു തരികയാണ്. ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം, സമൂഹത്തിനോട് എന്തെല്ലാം പ്രതിബദ്ധതകൾ ആ വ്യക്തിക്കുണ്ട്, പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം നമ്മളുടെ സമൂഹത്തിന് നമുക്ക് നൽകാൻ സാധിക്കും എന്നുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. സ്വാഗത സംഘം വൈസ് ചെയർമാൻ M രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ വിജയം TR ആമുഖ പ്രസംഗം നടത്തി. നവതിക സ്വാഗത സംഘം ചെയർമാൻ ഗോപിനാഥ് വന്നേരി ചരിത്ര സരണിയെക്കുറിച്ച് സംസാരിച്ചു. സാഹിത്യകാരനും കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSPയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് പണിക്കശ്ശേരിയുടെ ചരിത്ര രചനയെ പരിചയപ്പെടുത്തി. ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, കളിമണ്ഡലം ചെയർമാൻ സദു ഏങ്ങൂർ, ബാബുരാജൻ കാക്കനാട്ട്, ചിറക്കൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റി വിജയൻ അന്നകര, സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് ഷിനോദ് KV എന്നിവർ ആശംസകൾ നേർന്നു. നവതിക സ്വാഗത സംഘം ജോയിന്റ് സെക്രട്ടറി വാസുദേവൻ കുന്നത്ത് സംസാരിച്ചു. തുടർന്ന് രാവിലെ കളിമണ്ഡലം തൃപ്പയാർ അവതരിപ്പിച്ച ഗുരുദേവ മഹാത്മ്യം കഥകളിയും അരങ്ങേറി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് MCF കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നടന്നു. മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് തലത്തിൽ കെട്ടിടം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. 48 ലക്ഷം രൂപയാണ് കെട്ടിടം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK സന്തോഷ്, ബിന്ദു പ്രദീപ്, അംഗങ്ങളായ നികിത രാധാകൃഷ്ണൻ, സുരേഷ് ഇയാനി, ഐഷാബി ജബ്ബാർ, ഗ്രീഷ്മ സുഗിലേഷ്, റസീന ഖാലിദ്, ശ്രീദേവി മാധവൻ, H ഐറീജ,
സെക്രട്ടറി നിനിത, AS പ്രീത, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ രാജി രഞ്ജൻ, ഹരിതകർമ്മ സേനാംഗങ്ങൾ സംസാരിച്ചു. സ്പീഡ് ബോട്ടും ജീവൻ രക്ഷാ ഉപകരണങ്ങളും അനുവദിക്കണമെന്ന് ധീവരസഭ അഭിപ്രായപ്പെട്ടു. തളിക്കുളം മേഖലയിലെ കടലിലെ അപകടങ്ങൾ നിരന്തരം മരണങ്ങൾ സംഭവിക്കുമ്പോഴും അധികൃതർ പുലർത്തുന്ന നിസ്സംഗത പ്രതിഷേധാർഹമാണ്. കഴിഞ്ഞ ദിവസം ദാറുൽ മുസ്തഫയിലെ വിദ്യാർത്ഥിയടക്കം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 15ഓളം മരണങ്ങളാണ് തമ്പാൻകടവ് അറപ്പയിൽ മാത്രം സംഭവിച്ചിട്ടുള്ളത്. കടലിന്റെ പുറമെയുള്ള ശാന്തത കണ്ട് കുളിക്കാനിറങ്ങുന്നവർക്ക് അടിയൊഴുക്കും ചുഴിയും അറിയാതെ പോകുന്നു. എന്നാൽ ഇത് നിശ്ചയമുണ്ടായിട്ടും അപകടം കാണുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് സ്വയം തയ്യാറാവുന്ന മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളും യാതൊരു രക്ഷാപ്രവർത്തന ഉപകരണങ്ങളും ഇല്ലാതെയാണ് ജീവൻ പണയപ്പെടുത്തി ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം 2 വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടതിൽ ഒരാളുടെ ജീവൻ മാത്രം രക്ഷപ്പെടുത്താനായത് മത്സ്യത്തൊഴിലാളികളുടെ മനോധൈര്യം കൊണ്ട് മാത്രമാണ്. ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെങ്കിലും ആവശ്യങ്ങൾ ഇന്നേ വരെ പരിഗണിച്ചിട്ടില്ല. തളിക്കുളം സ്നേഹതീരം കേന്ദ്രീകരിച്ച് സ്പീഡ് ബോട്ട് അനുവദിക്കുക, ലൈഫ് ട്യൂബുകളും ജാക്കറ്റുകളും അനുവദിക്കുക, മറ്റ് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ പരാതി നൽകാനും ആവശ്യമെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികൾ സംഘടിപ്പിക്കാനും അഖില കേരള ധീവരസഭ തയ്യാറാകുമെന്ന് തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗം മുന്നറിയിപ്പ് നൽകി. ജില്ലാ സെക്രട്ടറി TV ശ്രീജിത്ത് ആമുഖ പ്രസംഗം നടത്തി. ഓർഗനൈസിംഗ് സെക്രട്ടറി PV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV തമ്പി അധ്യക്ഷത വഹിച്ചു. മാമ്പുള്ളി പൊറ്റേക്കാട്ട് നെട്ടിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 28 ഉച്ചാൽ മഹോത്സവം സമാപിച്ചു. ഉത്സവ ദിവസം ക്ഷേത്രം തന്ത്രി കാര്യമാത്ര വിജയൻ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വൈകിട്ട് 3-ന് പഞ്ചവാദ്യത്തോടുകൂടി 3 ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ദീപാരാധന, അത്താഴപൂജ, കേളികൊട്ട്, ദേവിക്ക് രൂപക്കളവും പാട്ടും ഐവർകളിയും ഉണ്ടായി. പുലർച്ചെ ഐവർകളി നടക്കുന്ന മണ്ഡപത്തിൽ നിന്ന് താലവും പഞ്ചവാദ്യത്തോടും കൂടി പൂരം എഴുന്നള്ളിപ്പും തുടർന്ന് ഗുരുതിയും കനലാട്ടവും നടത്തി. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. മുറ്റിച്ചൂർ കല്ലാറ്റുപുഴ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ ഉദയാസ്തമന പൂജ, പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, എഴുന്നള്ളിപ്പിന് ശേഷം പ്രസാദോട്ട് എന്നിവ നടന്നു. വടക്കേടത്ത് താമരപ്പള്ളി മനക്കൽ കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുത്തു. ഏങ്ങണ്ടിയൂർ ആയിരങ്കണ്ണി ഭഗവതി ക്ഷേത്രത്തിൽ ഈ മാസം 17 നടക്കുന്ന പൂരത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച വിവിധ താന്ത്രിക പൂജാ ചടങ്ങുകളും പൊങ്കാല സമർപ്പണവും നടന്നു. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, മുളപൂജ, കലശപൂജ, കലശാഭിഷേകം എന്നിവ നടന്നു. തുടർന്ന് നടന്ന പൊങ്കാല സമർപ്പണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളായ വിദ്യാസാഗർ, ധർമ്മൻ കാതോട്ട്, ഉത്തമൻ,
കാതോട്ട്, വിശ്വംഭരൻ കാതോട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സന്ധ്യയ്ക്ക് ദീപാരാധന, ചുറ്റുവിളക്ക്, തുടർന്ന് കീഴ്ക്കാവിൽ ഗുരുതി തർപ്പണം എന്നിവ ഉണ്ടായിരിക്കും. ബുധനാഴ്ച രാവിലെ 9-ന് സമൂഹാർച്ചന നടക്കും. ആയിരങ്കണ്ണി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി 10 മുതൽ 18 വരെ ആഘോഷിക്കുകയാണ്. കൊടിയേറ്റം 11/2/24 നടന്നു. 13/2/24 പൊങ്കാല ഗുരുതി തർപ്പണം നടക്കും. 16/2/24 പള്ളിവേട്ട, 17/2/26 ശനിയാഴ്ച പൂരം. വിസ്മയ കാഴ്ചകളൊരുക്കി ഇടശ്ശേരി CSM കിൻഡർ ഗാർഡൻ പ്രൊജക്ട് എക്സിബിഷൻ. ഈ അധ്യയന വർഷത്തിൽ നേടിയെടുത്ത അറിവുകൾ പ്രാവർത്തികമാക്കി CSM കിൻഡർ ഗാർഡൻ പ്രതിഭകൾ പ്രോജക്ട് എക്സിബിഷൻ അവതരിപ്പിച്ചു. ഗണിതത്തിലും ഭാഷാ നൈപുണ്യയിലും വൈജ്ഞാനിക മേഖലയിലും നേടിയെടുത്ത അറിവുകളാണ് നാളെയുടെ പ്രതിഭകൾ പ്രദർശനത്തിനൊരുക്കിയത്. നാടൻപാട്ട്, കടങ്കഥകൾ, പഴഞ്ചൊല്ലുകൾ തുടങ്ങിയവ അവതരിപ്പിച്ചു. കുട്ടികൾ വരച്ച ചിത്രങ്ങളും നിർമ്മിച്ച കരകൗശല വസ്തുക്കളും പ്രദർശനത്തിനുണ്ടായിരുന്നു. കിൻഡർ ഗാർഡനിലെ മുഴുവൻ കുട്ടികളും പ്രദർശനത്തിൽ പങ്കെടുത്തു. പഠനത്തെ ജീവിതാനുഭവങ്ങളുമായി കളിയിലൂടെ പാഠഭാഗങ്ങൾ അവതരിപ്പിക്കുന്ന CSM പഠനരീതിയുടെ പ്രതിഫലനം എക്സിബിഷനിലും കാണാമായിരുന്നു. CSM പ്രിൻസിപ്പൽ ഡോക്ടർ M ദിനേശ് ബാബു എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ CM മുഹമ്മദ് ബഷീർ, സെക്രട്ടറി CM നൌഷാദ്, മാനേജർ PK ഹൈദരാലി, ജോയിന്റ് സെക്രട്ടറി CM സൈഫുദ്ദീൻ, PTA പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി, KG കോർഡിനേറ്റർ KT രമ തുടങ്ങിയവർ പ്രദർശനം കാണുകയും കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു. എക്സിബിഷൻ കാണാൻ നിരവധി രക്ഷിതാക്കളും എത്തിയിരുന്നു. പടിയം എടത്തീർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 13ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ പൂജയും നടന്നു. യജ്ഞാചാര്യ രുക്മിണി സേതു സർവൈശ്വര്യ പൂജ ചടങ്ങിന് നേതൃത്വം വഹിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് പ്രസാദ് ചേർത്തേടത്ത്, സെക്രട്ടറി ബാലകൃഷ്ണൻ പുറക്കോട്ട്, ജോയിന്റ് സെക്രട്ടറി സന്തോഷ് തണ്ടാശ്ശേരി, മണികണ്ഠൻ പുളിക്കത്തറ, തങ്കമണി പുറക്കോട്ട്, ബ്രിജു പള്ളിയിൽ, തങ്കമണി കോക്കാന്തറ, രവി, നികേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഓം ആനന്ദ സ്വരൂപിണ്യേ നമഃ. ഓം അഖിലാണ്ട നായികായേ നമഃ. ഓം ബ്രഹ്മാണ്ട നായികായേ നമഃ. ഓം സുരഭേ നമഃ. ഓം പരമാത്മികായേ നമഃ. ഓം പത്മാലയായേ നമഃ. വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമം നേരിടുന്ന വാടാനപ്പള്ളിയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഭാവന റാഫി കോർണറിന്റെ നേതൃത്വത്തിൽ തൃത്തല്ലൂർ സൈറിക്സ് കമ്പ്യൂട്ടർ അക്കാദമിയുടെ സഹകരണത്തോടെ സൗജന്യ കുടിവെള്ള വിതരണം ആരംഭിച്ചു. വരും ദിവസങ്ങളിൽ കുടിവെള്ളം ആവശ്യമായ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് സൗജന്യ കുടിവെള്ളം വിതരണം വ്യാപിപ്പിക്കുമെന്നും വേനൽ തീരും വരെ തുടരുമെന്നും പ്രസിഡന്റ് VK ഷംസുദ്ദീൻ, ജനറൽ സെക്രട്ടറി PM ഹംസ എന്നിവർ അറിയിച്ചു. കാഞ്ഞാണിയിൽ തത്രത്തിൽ പൊന്മാണി ജോസിന്റെ ഭാര്യ എമിലി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. കാഞ്ഞാണി സെന്റ് തോമസ് LP സ്കൂളിലെ മുൻ അധ്യാപികയായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് കാഞ്ഞാണി സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിൽ. ആന്റണി, ഡോക്ടർ ജീജ,
ഷിജി ജെറാൾഡ്, നിമ്മി ഷാജൻ, ഹാപ്പി, ജീന എന്നിവർ മക്കളാണ്. മണലൂരിൽ എടാട്ടുകാരൻ പോൾ ഭാര്യ ത്രേസ്യാമ്മ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നയാളാണ് TN പ്രതാപനെന്ന് ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട്. വിഷ്ണുവിന്റെ മരണം ഉത്തരവാദികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ജപ്തി വിരുദ്ധ ജനകീയ സമിതി. സപ്തതിയുടെ നിറവിൽ ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരി ചരിത്ര സരണി പ്രദർശനവും കഥകളിയും നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.